ശാശ്വത സുഖരൂപ സുഖമറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശുഭാനന്ദ ദേവാ നമോസ്തുതേ ശ്രീ ശുഭാനന്ദ ദേവാ നമോസ്തുതേ പാദപദ്മം നമിച്ചിടുന്നു സദാ പരമാത്മാവേ ശ്രീ ശുഭാനന്ദ ദേവാ നമോസ്തുതേ ശ്രീ ശുഭാനന്ദ ദേവാ നമോസ്തുതേ ശ്രീ പാദപദ്മം നമിച്ചിടുന്നു സദാ പരമാത്മാവേ പരമാത്മാവാകുന്ന പരമഗുരു പാരിടത്തിൽ അവതാരമായി വന്ന് പരന്മാരുടെ പാപത്തെ നീക്കി പരമാനന്ദം അനുഭവമാക്കുവാൻ ഒരു സംഘം, ആത്മബോധോദയ സംഘം സ്ഥാപിച്ച് ലോകരംഗത്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ, ഒത്തുജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ മനോമന സന്താനങ്ങളെ ഈ ഞായറാഴ്ച ദിനത്തിൽ വീണ്ടും ഇപ്രകാരം ഒത്തുചേർന്ന് ഈ ആനന്ദത്തിൽ ചേർന്ന് ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ അവസരം ദാനം ചെയ്ത കരുണാനിധിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സർവ കുറവുകളും പരിഹരിച്ച് സർവമാലിന്യങ്ങളും പരിഹരിച്ച് പരിശുദ്ധമായ ഒരു ഹൃദയം ഏഴയാം ദാസനിലേക്ക് ദാനം ചെയ്യണമേ എന്ന സങ്കല്പത്തോടുകൂടി ആശ്രയത്തോടുകൂടിയാണ് ഓരോരുത്തരും ഞായറാഴ്ച ആരാധനയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ നിയമവും അത് തന്നെയാണ്. കാരണം ലോകകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പല വിധത്തിലുള്ള പോരായ്മകൾ വന്ന് സംഭവിച്ചേക്കാം. ആത്മബോധോദയ സംഘ നിയമപ്രകാരം ഒരു പ്രവൃത്തി തുടരാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് മുന്നമേ കണ്ട് അത് ദുഃഖമാണ്, നരകമാണ് അതിൻ്റെ ഫലമെന്ന് കണ്ടാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുന്നതാണ് ആത്മബോധോദയ സംഘത്തിൻ്റെ നിയമം. അപ്പോൾ അറിയാതെയോ അറിഞ്ഞോ തെറ്റുകൾ ചെയ്യാൻ ഒരു വിധത്തിലും ദൈവം അനുവദിക്കുന്നില്ല. എങ്കിലും പരിപൂർണമായ അറിവിലോ പരിപൂർണമായ പ്രാപ്തിയിലോ പരിപൂർണമായ കഴിവിലോ അല്ല ലോകത്തിൽ ജീവിക്കുന്നത് എന്ന് അറിവുള്ള ജഗദീശ്വരൻ മാലിന്യങ്ങളെ കഴുകിക്കളയുവാനുള്ള ജ്ഞാനാഭിഷേകമായിട്ടാണ് നമ്മുടെ ഈ ആരാധന നടത്തുന്നത്. അപ്രകാരം ഓരോ ഹൃദയങ്ങളും ജ്ഞാനത്താൽ അഭിഷേകം ചെയ്യപ്പെടുമാറാകട്ടെ, പരിശുദ്ധമാക്കപ്പെടുമാറാകട്ടെ. പരിശുദ്ധ പരനെ സ്തുതിച്ചിടുന്നേ, പരമാനന്ദം തരുന്നോനെ
സ്തുതിച്ചിടുന്നേ പരിശുദ്ധ പരിശുദ്ധ പരനെ സ്തുതിച്ചിടുന്നേ പരമാനന്ദം തരുന്നോരെ സ്തുതിച്ചിടുന്നേ പരിശുദ്ധ പാപഭാരങ്ങൾ ഒഴിച്ചിടുവാൻ ഈ പാരിടത്തിൽ വന്ന പരാപരനെ പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ പരന്മാരെ സ്തുതിക്കുന്ന പരന്മാരെ സ്തുതിക്കുന്ന പരമാത്മാവേ പരിശുദ്ധരിൽ വാഴുന്ന പരമാത്മാവേ പാപഭാരങ്ങളെ മുഴുവനും ഇറക്കി വെച്ച് പരമാനന്ദം വഹിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകുവാൻ ഈ ആരാധനയിൽ കൂടി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരാത്മാവിൽ നിന്ന് പാപം ഇല്ലാതെയാകുന്നത് എങ്ങനെയാണ്? പാപമില്ലാത്തവരാരുമില്ല. ഉണ്ടോ? ഞങ്ങളൊരു പാപവും ചെയ്തിട്ടില്ല. സ്വയം അങ്ങനെ അവകാശപ്പെടാം. പക്ഷേ പല വിധത്തിലുള്ള പോരായ്മകൾ ഓരോരുത്തരിലുമുണ്ട് എന്നത് സൂക്ഷ്മമായ അറിവിൽ കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കുന്നത് വരെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ കർമ്മ പദ്ധതി തന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ, ഈ കർമ്മലോകത്തിൽ ഒരു കർമ്മകായം തന്ന് ഈ വിധത്തിൽ നമ്മളെ നിയോഗിച്ച് ഇവിടേക്ക് അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവ ഇഷ്ടം ചെയ്ത് സൽക്കർമ്മ ഫലത്തെ കൂടുതൽ കൂടുതലായി ആത്മാവിൽ സ്വീകരിച്ച് സർവമാലിന്യങ്ങളും പാപങ്ങളും ജന്മാന്തരമായുള്ള ദോഷങ്ങൾ പോലും ഒഴിവാക്കി പരിശുദ്ധമായി തീർന്ന് പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കുവാനാണ്. അതുകൊണ്ട് എത്ര പാപമില്ല എന്ന് പറഞ്ഞാലും ജന്മമായി അവശേഷിക്കുന്നുവെങ്കിൽ കർമ്മമുണ്ട് എന്നും കർമ്മം ചെയ്യേണ്ടത് സൽക്കർമ്മമാണെന്നും നിശ്ചയമായി തീരുമാനമുള്ളതുകൊണ്ട് ഉറപ്പായും വിശ്വസിക്കാം എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവുകൾ ഓരോരുത്തരിലും ഉണ്ട് എന്ന്. അപ്പം അതിനെ എങ്ങനെ നമുക്ക് കഴുകിക്കളയാം? ഇരുട്ടായി കിടക്കുന്ന ഒരു മുറിയിലേക്ക് വെളിച്ചം കൊണ്ടുവരുവാൻ എന്താണ് വേണ്ടത്? വെളിച്ചമുള്ള ഒരു വസ്തുവിനെ അവിടെ കൊണ്ടുവരണം, അല്ലേ? ഏത് രീതിയിലായാലും. ഇപ്പോൾ അനേകം വെളിച്ചം സ്വയം ഉണ്ടാക്കുന്ന വസ്തുക്കളും കൂടെ കൊണ്ടു നടക്കാവുന്ന വസ്തുക്കളും ഒക്കെ ഉണ്ട്. ഏത് വസ്തു ആയാലും വെളിച്ചം ഉണ്ടാക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ പ്രകാശിക്കുന്ന ഒരു വസ്തു അതിലേക്ക് കൊണ്ടുവന്നാൽ ആ ഇരുട്ട് മുഴുവൻ മാറിപ്പോകും. ഇതുപോലെ ഈ പാപം മുഴുവൻ മാറിപ്പോകുവാൻ പുണ്യം അവിടേക്ക് കൊണ്ടുവരണം. പുണ്യം നിറയപ്പെടുമ്പോൾ പാപം കഴുകിക്കളയും, പാടേയില്ലാതെയാകും. അപ്പം ഈ പുണ്യം എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? പുണ്യകർമ്മങ്ങളുടെ ഫലമുണ്ടാകണം. അല്ലാതെ പുണ്യം ഒരാത്മാവിൽ എത്തുകയില്ല. അപ്പോൾ പുണ്യകർമ്മങ്ങളെ കൊണ്ടു രക്ഷ പ്രാപിച്ചിടുവാനും പുണ്യകർമ്മങ്ങളെ കൊണ്ടു രക്ഷ പ്രാപിച്ചിടുവാനും യക്ഷിതിയിൽ പുണ്യകർമ്മം രക്ഷ നൽകുന്നു. പുണ്യങ്ങൾ അനേകം പുണ്യങ്ങൾ ലഭിക്കുന്ന വഴികൾ ലോകത്തിൽ പല സമ്പ്രദായങ്ങളിലൂടെ നിലവിലുണ്ട്. അതിൽ നിന്നെല്ലാം പുണ്യങ്ങളെ സമ്പാദിക്കുവാൻ വേണ്ടിയാണ് ഓരോരുത്തരും ഇങ്ങനെ പരക്കം പായുന്നത്. പുണ്യസ്നാനം നടത്തുന്നു, തീർത്ഥാടനം നടത്തുന്നു, പുണ്യസ്ഥലങ്ങളിൽ പോയി സന്ദർശിക്കുന്നു, പുണ്യവാന്മാരായ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ യോഗീശ്വരന്മാരെയോ കാണുന്നു, അവരുമായി സംവദിക്കുന്നു. ഇതിങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് അല്പം ആശ്വാസമുണ്ടാകും. അത് കഴിഞ്ഞ് വീണ്ടും ദുഷ്കർമ്മത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും പാപം തന്നെ അതിലേക്ക് നിറയുകയാണ്. അപ്പം നമ്മളിൽ പുണ്യം നിലനിൽക്കണമെങ്കിൽ ഒരു പുണ്യസ്ഥാനത്ത് സന്ദർശിച്ചതുകൊണ്ട് പുണ്യം നിറയപ്പെടുകയില്ല.
താൽക്കാലികമായി നിറയും, പക്ഷേ അടുത്ത പാപത്തിലേക്ക് പോകുമ്പോൾ അത് മുഴുവൻ അങ്ങ് പോകും. ഇപ്പോൾ ഇരുട്ടായ മുറിയിൽ പ്രകാശം കൊണ്ടുവന്നു, ആ പ്രകാശം പിൻവലിച്ചാൽ വീണ്ടും ഇരുട്ടാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളൊരു പുണ്യസ്ഥാനത്ത് ചെന്നു, അപ്പോൾ നമുക്ക് വലിയ സന്തോഷവും സുഖവും ഒക്കെ തോന്നിക്കും. ലോകത്തെങ്ങും ഇല്ലാത്തൊരു സന്തോഷം മനസ്സിൽ തോന്നിക്കും. എന്തുകൊണ്ട്? അവിടെ ഒരു പുണ്യത ഉണ്ട്, ഒരു ചൈതന്യമുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ബാഹ്യമായ കാര്യത്തിലേക്ക് ഇടപെടുമ്പോൾ വീണ്ടും പോയി പഴയ ദുഃഖവും അശാന്തിയും മാത്രമായിരിക്കും. അപ്പം നമുക്ക് പുണ്യത്തെ നമ്മളിൽ തന്നെ നിലനിർത്തുവാനായിട്ടാണ് ദൈവം ഈ പുണ്യ നിയമങ്ങളെ ദാനം ചെയ്തിരിക്കുന്നത്. ഈ നിയമം പാലിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിതം ചെയ്യുമ്പോൾ നിയമജ്ഞനാകുന്ന ഗുരുവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകും. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. ആനന്ദമാവാനന്ദത്തെ അകതാരിൽ ദാനം ചെയ്യൂ. ആനന്ദമാവാനന്ദത്തെ അകതാരിൽ ദാനം ചെയ്യൂ. അതിശോഭയോടെ ഗുരു അധിവസിക്കും. ആനന്ദമാവാനന്ദത്തെ അകതാരിൽ ദാനം ചെയ്യൂ. അതിശോഭയോടെ ഗുരു അധിവസിക്കും. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. അനന്തമായ ആനന്ദത്തെ അകതാരിൽ ദാനം ചെയ്യുന്ന ഹൃദയേശ്വരനാകുന്ന അഖിലേശ്വരൻ്റെ അധിവാസം സർവദാ ആത്മാവിൽ അനുഭവമാകുവാൻ എന്തു വേണം? ഈ നിയമങ്ങൾ, സത്യനിയമങ്ങൾ, പുണ്യനിയമങ്ങൾ പാലിച്ച് ജീവിതം ചെയ്യണം. ഇടതടവില്ലാത്ത നിയമജീവിതം കൊണ്ടാണ് ഓരോ ഹൃദയങ്ങളും ശുദ്ധീകരിക്കപ്പെടേണ്ടത്. ശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ അധിവാസം പ്രത്യക്ഷമായി അനുഭവമാകുകയുള്ളൂ. അങ്ങനെ അനുഭവമാകുമ്പോഴാണ് മാറ്റമില്ലാത്ത ആനന്ദം, അനന്തമായ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ അനുഭവമാകുന്നു. അങ്ങനെ എന്നും ആനന്ദിക്കുവാൻ തക്ക വിധത്തിലുള്ള ഒരു നിയമത്തെ ലോകത്തിൽ ദാനം ചെയ്ത പരമഗുരുവിൻ്റെ ഉന്നതമായ ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചകളായി നിങ്ങളോട് ചില വിശേഷങ്ങൾ നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളെപ്പറ്റിയൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ വളരെ പ്രത്യേകതയോടുകൂടി ഞാൻ അറിയിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മഹാമണ്ഡലേശ്വരായി ഒരു മലയാളിയെ തിരഞ്ഞെടുത്തു. നമുക്കെല്ലാം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായി. അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ തിരഞ്ഞെടുത്തു എന്നും അത് മലയാളിയാണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് വരികയില്ലായിരിക്കും, കാണാൻ പറ്റുകയില്ലായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. കാണാൻ എന്തോ ഒരാഗ്രഹം ഉള്ളിൽ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു, സ്വാമിജി ഞാൻ ഇന്നടുത്തു നിന്നാരെ വിളിക്കുകയാണ്, ആനന്ദവനം സ്വാമിക്ക് ആശ്രമത്തിലൊന്ന് വന്ന് അങ്ങേ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചേ ഇങ്ങോട്ട് വരുന്നു എന്നെ കാണാൻ, അങ്ങനെ വരുമോ? അപ്പോൾ എനിക്ക് വിശ്വാസമായില്ല.
കാരണം അദ്ദേഹം എത്രയോ ലക്ഷം സന്യാസിമാരുടെ ഗുരുവായി തീർന്ന ആളാണ്. തന്നെയുമല്ല, ഉത്തരേന്ത്യയിലാണ്. അവിടുന്നൊക്കെ ആളുകൾ അങ്ങനെ നിസ്സാരമായി ഇങ്ങോട്ടൊന്നും വരാറുമില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചു, വരുന്നു എന്ന് പറഞ്ഞു, വീണ്ടും വിളിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം വിളിച്ചു. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ ആളിനെ ഒന്ന് നേരിട്ട് കണ്ടാലോ, നമ്മളെ വിളിച്ച ആളിനെ. ഇതായിരിക്കും അദ്ദേഹം. ജയന്ത് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഇപ്പുറത്തിരിക്കുന്നത്. പേര് സിന്ധു. സിന്ധു എന്നാണ് സഹധർമ്മിണിയുടെ പേര്. ഇവർ രണ്ടുപേരും ഭൗതികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നെങ്കിലും കൂടുതൽ സമയം ആത്മീയമായ ജോലികളാണ് ചെയ്യുന്നത്. മാതാമൃതാനന്ദമയി ദേവിയുടെ ഒരു പരമഭക്തരായി ജീവിക്കുന്നവരാണ്. അതിനോടൊപ്പം ഈ ആദർശ കർമ്മങ്ങൾ, ഈ പ്രകാരമുള്ള ആത്മീയ കർമ്മങ്ങളിലെല്ലാം കൂടുതൽ സമയം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാൽ പകുതി സമയം, 50% ഞാൻ ആത്മീയമാണെന്ന് അദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ തമാശയായിട്ട് ഞാൻ ചോദിച്ചു, അതെങ്ങനെ അളക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് ഒരു സൗഹൃദത്തിലാവുകയും, ഒരു ദിവസം ആനന്ദവനം സ്വാമി ഇവിടെ താമസിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജയന്തുകുമാർ ഭക്തനും വന്നു. ഇങ്ങനെ കണ്ടു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. വളരെ അധിക സമയമൊന്നും നമ്മളുമായിട്ട് ഇടപെട്ടില്ല, വളരെ ചുരുക്കം സമയം. പക്ഷെ പെട്ടെന്ന് ഒരു ബന്ധം ഈശ്വരൻ ഈ ഹൃദയങ്ങളിലൊക്കെ കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഒരു ആരാധനയിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം. ഒരു ദിവസം ഒരല്പസമയം, ഒരു കാർത്തിക പക്കനാളിന് ഇരുന്ന ഒരു ആരാധനയിലാണ് അദ്ദേഹം എന്നെ കണ്ടതും എൻ്റെ സംസാരം കേട്ടതും. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ആരാധനയിൽ പങ്കെടുക്കണം. അങ്ങനെ ആഗ്രഹത്തോടുകൂടി അറിയിച്ചു, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. ആരാധനയ്ക്ക് ആർക്കും വരാം, എപ്പോഴും വരാം, സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം ഇന്നത്തെ ദിവസം നിശ്ചയിച്ച് അങ്ങനെ വന്നതാണ് നമ്മുടെ ആരാധനയ്ക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തെ കാണുന്ന ഒരു സന്തോഷമായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ 2 ആഴ്ച കൊണ്ട് ഇത് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓരോ രൂപമൊക്കെ സങ്കല്പിച്ച് കാണും. എന്തെങ്കിലും സാമ്യമുണ്ടോ? ഒരു കാര്യമില്ല, ഇല്ലയോ സങ്കല്പിച്ചതിനകത്ത്? അത് ഞാൻ വന്നപ്പോഴേ ചോദിച്ചത്. അപ്പോൾ അതും ഒരു മുദ്രയായി തീർന്നു. ദൈവം കൊടുത്ത അടയാളങ്ങളാതൊക്കെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ആരാധനയിൽ അവർ വന്ന് പങ്കെടുക്കുന്നത് നമുക്കൊരു സന്തോഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു സന്തോഷത്തിലും ഇടപെടലിലും നമ്മുടെ വിശിഷ്ടാതിഥികളെ പലരെയും നമ്മുടെ പൂരം ജന്മനക്ഷത്രത്തിന് ഇവിടെ എത്തിക്കാം എന്നുള്ള ഉറപ്പ് തന്നിരിക്കുകയും അത് മുഖാന്തരമുള്ള എല്ലാ എഴുത്തുകുത്തുകൾ വരെയും നടപ്പിലായും ഇരിക്കുകയാണ്. അത് നോട്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഇടപെടുത്തിയ, ഞാനിവിടെ നിന്നുകൊണ്ടൊരു ആരാധനയ്ക്ക് അറിയിച്ചു, പൂരം ജന്മനക്ഷത്രം നടത്തുവാൻ സർവ്വലോകത്തിലേക്കും ദൂത് അയക്കുന്നുവെന്ന്. കേട്ടവരൊന്ന് കൈ ഉയർത്തുകണ്ടാകും, ഒന്ന് കൈ അടിച്ചു കേട്ടോ. ആ ദൂത് പ്രത്യക്ഷമായി വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പൂരം ജന്മനക്ഷത്രം നടത്തുവാനുള്ള 2 വിശിഷ്ടാതിഥികളെയും കൊണ്ടാണ് ഈ മഹത് വ്യക്തി സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. നിസ്സാരക്കാരല്ല, വെറും നിസ്സാരക്കാരല്ല എത്താൻ പോകുന്നത്. ദൈവം പ്രവർത്തിക്കുന്നു. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? ഭക്തകുലങ്ങൾക്ക് ആനന്ദത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. പ്രവർത്തിപ്പിക്കുവാൻ ഓരോ ഉപകരണങ്ങളെ ദൈവം തീരുമാനിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് ജഗദീശ്വരൻ ഇവരെയൊക്കെ കരുതട്ടെ, സൽബുദ്ധികളായി കരുതട്ടെ. ഭജ് ഭജ് മാനസമേ സദ്ഗുരുപാദം, ഭജ് ഭജ് മാനസമേ. भज भज मानस में सद्गुरु पादम, भज भज मानस में, भज भज
ഭജി മാനസമേ സദ്ഗുരുപാദം ഭജി ഭജി മാനസമേ. സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് തിരുവവതാരം. സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് തിരുവവതാരം. അവതാര രൂപത്തെ അകതാരിൽ കാണുവാൻ തിരുവവതാര രൂപത്തെ അകതാരിൽ കാണുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവതാരം അറിയിക്കുന്ന അറിവ് ഗ്രഹിക്കണം. തിരുവവതാരം അറിയിക്കുന്ന അറിവ് ഗ്രഹിക്കണം. അറിവ് ഗ്രഹിച്ച് ഗ്രഹിച്ച് അജ്ഞാനം മാറിയാൽ മാറിയാൽ വിജ്ഞാന രൂപനാകുന്ന അവതാര രൂപത്തെ അകതാരിൽ തെളിഞ്ഞു കണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയും. വിജ്ഞാനരൂപനാകുന്ന തിരുവവതാരത്തെ അകതാരിൽ തെളിഞ്ഞു കണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയും. അതിനുള്ള മാർഗം അവതാരം തന്നെ തെളിയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വാഴുന്നതാണ് ഭക്തലോകത്തിന്റെ പരമഭാഗ്യം. തിരുവവതാരം തന്നെ ഈ ലോകത്തിൽ അറിയിച്ചുകൊണ്ട് വാഴുന്നതാണ് ഭക്തലോകത്തിന്റെ പരമഭാഗ്യം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാടുന്നത്, ഞങ്ങൾക്ക് ഈ ഭാഗ്യത്തെ ദാനമായി നൽകിയ ദൈവത്തെ പ്രാർത്ഥിക്കുന്നേ, ഞങ്ങൾക്ക് മഹാഭാഗ്യാവസ്ഥ അത് വേണ്ട വിധത്തിൽ തിരിച്ചറിയണമെങ്കിലും ഈ അറിവ് കൂടാതെ സാധ്യമല്ല. അപ്പൊ അറിയിക്കുന്ന അറിവുകൾ അണുവിട തെറ്റാതെ പരിപാലിച്ച് ആ അറിവിന്റെ രൂപത്തെ ആത്മാവിന്റെ രൂപമായി ആത്മാവിൽ തന്നെ ബോധ്യമാക്കി അങ്ങനെ ആത്മബോധം ഉദിച്ച് ആത്മനാഥനെ അകതാരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള ഏകമാർഗം അതാണ് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം എന്നും ആത്മാലോകത്തിന്റെ രക്ഷയ്ക്കായുണ്ട് ആത്മബോധോദയ സംഘം. സംഘം എന്നും ആത്മാലോകത്തിന്റെ രക്ഷയ്ക്കായുണ്ട് ആത്മബോധോദയ സംഘം. ആത്മജ്ഞാനങ്ങളെ നൽകി ആത്മലോകത്തെ രക്ഷിപ്പാൻ ഭൂമിയിലുണ്ട് ആത്മജ്ഞാനങ്ങളെ നൽകി ആത്മലോകത്തെ രക്ഷിപ്പാൻ ആത്മജ്ഞാനങ്ങളെ നൽകി ആത്മലോകത്തെ രക്ഷിപ്പാൻ ഭൂമിയിലുണ്ട്
ആത്മാവിൻ്റെ ഉത്ഭവമല്ലോ. ആത്മനാഥനാൽ നൽകുന്ന ആത്മജ്ഞാനങ്ങൾ ആത്മാവിൻ്റെ ഉത്ഭവമല്ലോ. ആത്മനാഥനാൽ നൽകുന്ന ആത്മജ്ഞാനങ്ങൾ ആത്മജ്ഞാനങ്ങൾ ആത്മാവിൻ്റെ ഉത്ഭവമല്ലോ. ഉത്ഭവസ്ഥാനമിതെന്ന് എന്നോ ആത്മാവറിയുമ്പോൾ ആർത്തിയുണ്ടാകും ആർത്തിയുണ്ടാകും. ഉത്ഭവസ്ഥാനമിതെന്ന് എന്ന് ആത്മാവറിയുമ്പോൾ ആർത്തിയുണ്ടാകും ഉത്ഭവസ്ഥാനമിതെന്ന് എന്നോ ആത്മാവറിയുമ്പോൾ ആർത്തിയുണ്ടാകും ആർത്തിയുണ്ടാകും. ഉത്ഭവസ്ഥാനമിതെന്ന് ആർത്തിയോടാരാധിച്ചെന്നാൽ വീണ്ടും ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിടാം എത്തിച്ചേർന്നിടാം. ആർത്തിയോടാരാധിച്ചെന്നാൽ ആർത്തിയോടാരാധിച്ചെന്നാൽ വീണ്ടും ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിടാം ആർത്തിയോടാരാധിച്ചെന്നാൽ വീണ്ടും ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിടാം എത്തിച്ചേർന്നിടാം. ആർത്തിയോടാരാധിച്ചെന്നാൽ ആർത്തിയോടാരാധിച്ചെന്നാൽ വീണ്ടും ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിടാം എത്തിച്ചേർന്നിടാം. ആർത്തിയോടാരാധിച്ചെന്നാൽ ഉത്ഭവമാനന്ദമല്ലോ അതു നൽകുവാൻ അതു തെളിയിപ്പാൻ വന്നതും ആനന്ദമല്ലോ ആനന്ദമല്ലോ. ഉത്ഭവമാനന്ദമല്ലോ ഉത്ഭവമാനന്ദമല്ലോ അതു തെളിയിപ്പാൻ വന്നതും ആനന്ദമല്ലോ ഉത്ഭവമാനന്ദമല്ലോ അതു തെളിയിപ്പാൻ വന്നതും ആനന്ദമല്ലോ ആനന്ദമല്ലോ. ഉത്ഭവമാനന്ദമല്ലോ
ശുഭാനന്ദമാകും, സർവവും ആനന്ദമാകും. ആനന്ദത്തെളിവുള്ളിലായാൽ എല്ലാം ആനന്ദമായിടും. ആനന്ദമാകും, ശുഭാനന്ദമാകും. ആനന്ദത്തെളിവുള്ളിലായാൽ സർവ ആനന്ദത്തെളിവുള്ളിലായാൽ എല്ലാം ആനന്ദമായിടും. ആനന്ദമാകും, ശുഭാനന്ദമാകും. സർവവും ആനന്ദമാകും. ആനന്ദമാകും, ശുഭാനന്ദമാകും. സർവവും ആനന്ദമാകും. ആനന്ദത്തെളിവുള്ളിലായാൽ എല്ലാം ആനന്ദമായിടും. ആനന്ദമാകും, ശുഭാനന്ദമാകും. സർവവും ആനന്ദമാകും. എല്ലാം ആനന്ദമായിടും. ആനന്ദമാകും, ശുഭാനന്ദമാകും. ആനന്ദത്തെളിവുള്ളിലായാൽ എല്ലാം ആനന്ദമായിടും. ആനന്ദമാകും, ശുഭാനന്ദമാകും. സർവവും ആനന്ദമാകും. ആനന്ദമാകും, ശുഭാനന്ദമാകും. സർവവും ആനന്ദമാകും. എല്ലാം ആനന്ദമായിടും. ആനന്ദമാകും. ആനന്ദത്തെളിവുള്ളിലായാൽ എല്ലാം ആനന്ദമായിടും. ആനന്ദമാകും, ശുഭാനന്ദമാകും. സർവവും ആനന്ദമാകും. നേരത്തെ കാണാതെ പഠിച്ചു കൊണ്ടുവന്ന് പാടുന്നതല്ല, ഇപ്പൊ തോന്നി അങ്ങ് പാടിയതാ. ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ച് അറിഞ്ഞ് ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനനുസരിച്ച് ജീവിതം ചെയ്യണം. അത് ബോധ്യപ്പെടുവാനുള്ള വഴി ഉന്നമേ അറിയിച്ചിട്ടാണ് കീർത്തനങ്ങൾ തരുന്നത്. അതിനുള്ള നിയമങ്ങളും നാമങ്ങളും തന്നിട്ടുണ്ട്. അതിന്റെ ജീവിത വ്യവസ്ഥകൾ തന്നിട്ടുണ്ട്. നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാം ഇത് പരിപൂർണമായി ബോധ്യപ്പെടും. ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലേക്കും സന്യാസിമാരെ അയച്ച് നിർബന്ധപൂർവ്വം ജന്മാന്തര ജ്ഞാനോപദേശം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പല സ്ഥലങ്ങളിലേക്കും വിടുന്നുണ്ട്. അപ്പൊ ആ വിധത്തിൽ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാ ആരാധനകളിലും മുടങ്ങാതെ വരികയും പങ്കെടുക്കുകയും തലയാട്ടുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. പക്ഷേ ഇതിന്റെ അന്തസാരമായി നിൽക്കുന്ന സത്ത ഒരിക്കലും പരിപൂർണമായിട്ട് ആർക്കും പിടികിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണമായി അടുത്ത സമയത്ത് ഒരാളിനെ നമ്മുടെ മാസിക എടുത്ത് കാണിച്ചു. നമ്മുടെ ഉമാദേവി ടീച്ചർ ഖണ്ഡശയായി ഇങ്ങനെ ആ ഭഗവത്ഗീതയും ശുഭാനന്ദ കീർത്തനങ്ങളും ഒരു താരതമ്യ പഠനം പോലെ എഴുതുന്നുണ്ട്.
ഉമാദേവി ടീച്ചർ കണ്ടശയായി ഇങ്ങനെ ഭാഗവതവും ത്രിമാനന്ദ കീർത്തനങ്ങളും കൂടെ താരതമ്യം ചെയ്ത് എഴുതുമ്പോ ആദ്യം എഴുതുന്നത് സംസ്കൃത ശ്ലോകമാണ്. അങ്ങനെ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് സംസ്കൃത, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു കീർത്തനവുമായി താരതമ്യം ചെയ്യുന്നത്. അപ്പൊ അത് സംസ്കൃതമാണെങ്കിലും മലയാള അക്ഷരത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വായിക്കുന്നവർക്ക് പെട്ടെന്ന് അത് വായിച്ചു പോകാൻ പറ്റും. ഒരുവിധം വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാൻ പറ്റും. മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് അത് വായിക്കാം. ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. മലയാളമല്ലേ? ദൂരെ നിന്ന് കേൾക്കുന്ന ആൾ വിചാരിക്കും ഈ ആളിന് സംസ്കൃതം നല്ലപോലെ അറിയാം. മലയാളത്തിൽ എഴുതി വെച്ചാൽ ഇത് വായിക്കുന്നതെന്നുള്ളത് വായിക്കുന്ന ആളിന് മാത്രമേ അറിയൂ. ഇപ്പോ നമ്മുടെ വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ മലയാളം പലർക്കും അറിയില്ല. അവർ ഒന്നിൽ ഹിന്ദിയിൽ എഴുതും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതും. പാടുന്നത് കേട്ടാൽ കരുണയുള്ള ദൈവമേ കനിയണമേ നാഥനേ, കരുണയുള്ള ദൈവമേ അഗതികളാവടിയങ്ങൾക്കു അങ്ങല്ലാതില്ലാരുമേ. ദൂരെ നിന്ന് ഒരാൾ കേട്ടാൽ ആ കുഞ്ഞുങ്ങൾ മലയാളമാണ് പാടുന്നത്. പക്ഷെ എഴുതി വെച്ചിരിക്കുന്നതോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഭാഷയിലോ ആണ്. അവരുടെ ഭാഷയിലേക്ക് അത് കേട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. മലയാളം അവർക്ക് വായിക്കാൻ അറിയില്ല. ഇതിനേക്കാൾ പ്രയാസമാണ് ഈ സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ഈ സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ അതിന്റെ താഴെ വിശദീകരണം പറയുന്നത് കൊണ്ട് കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിലും ഈ സംസ്കൃതം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുകയില്ല. എന്നാ വായിച്ചപ്പോൾ വായിച്ചു എന്നുള്ള ഒരു തോന്നലുമാണ്. പക്ഷെ എന്തെങ്കിലും അറിയുവോ? അറിയുകയില്ല. ഇതുപോലെ ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടു പഠിച്ചു, അതുപോലെ പോയി നമുക്ക് എവിടെ വേണമെങ്കിലും പ്രസംഗിക്കാം, ആരോട് വേണമെങ്കിലും മനസ്സിലാക്കാം. പക്ഷേ ഇതിന്റെ ഉള്ളടക്കമായി നിൽക്കുന്ന സത്യത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ അത് വേണ്ടതുപോലെ പ്രവർത്തിക്കുകയില്ല. ഉള്ളടക്കമായി നിൽക്കുന്നത് എന്താണ്? അറിവും സത്യവും ജ്ഞാനവും ആനന്ദവുമാണ്. ജ്ഞാനവും ആനന്ദവും ശക്തിയും ഉള്ളടക്കമായി നിൽക്കുന്ന ഈ ശബ്ദങ്ങളെ വേണ്ട വിധത്തിൽ തിരിച്ചറിയണമെങ്കിൽ ഈ ജന്മാന്തരജ്ഞാനം അതിന്റെ വഴി പോലെ പഠിച്ച് മനസ്സിലാക്കണം. അത് കാണാതെ പഠിച്ച ഉരുവിടാൻ മനസ്സിലാക്കിയ പോരാ, അതിന്റെ വിശദീകരണം പഠിച്ച് മനസ്സിലാക്കണം. അതിന്റെ അന്തസാരമായി നിൽക്കുന്ന സത്യത്തെ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും കീർത്തിക്കുന്ന എങ്ങനെയാണ്? സത്യമേ എന്നെ നയിച്ചിടേണേ, എന്റെ ദൈവമേ എന്നെ നയിച്ചിടേണേ, സത്യമേ ഇപ്പോൾ നമുക്ക് ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന ഈ മഹത് വ്യക്തി, അദ്ദേഹം ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് വെറ്റിലയെ പറ്റി. എത്രയോ ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹത് വ്യക്തിയാണ്. എത്രയോ ഗുരുക്കന്മാരെ കണ്ട് പാദ നമസ്കാരം ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നാണ് ദക്ഷിണയിലിരിക്കുന്ന വെറ്റിയുടെ സാരം എന്താണെന്ന് അല്പമായി, അതിന് ബാക്കി ഇരിക്കുന്നേ ഉള്ളൂ, അല്പമായി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ പറയാൻ പറ്റില്ല, കാരണം ഇത് ഉപദേശം കേൾക്കുന്ന സമയത്താണ് ഇത് വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നത്. എങ്കിലും അതിൻ്റെ ആദ്യ ഭാഗം അതൊന്ന് സൂചിപ്പിച്ചതാണ്. കാരണം അദ്ദേഹം ഇത്രയും ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാവുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവുകയും അതിന്റെ വലിപ്പം മനസ്സിലാവുകയും ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് അങ്ങനെ തന്നെ ഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയത്. കാരണം സർവജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ രൂപനാകുന്ന ഗുരു തന്റെ സ്വരൂപത്തെ, തന്റെ സ്വരൂപത്തെ, ആ വിരാട് സ്വരൂപത്തെ പരിപൂർണമായും ആത്മാവിൽ അനുഭവമാക്കുവാൻ വേണ്ടി ഒരിക്കലും ഒരുവനും ഉപേക്ഷ കൂടാ
കാശിയിലൊഴുകുന്ന ജ്ഞാനസ്നാന നദി, കാശിയിലൊഴുകുന്ന കാശു പോലും വിലയില്ലാതെ നൽകുന്നു. അങ്ങനെ സർവർക്കും സമ്പൂർണ്ണ ജ്ഞാനം നൽകുവാൻ അവതാരമായി വന്ന സമ്പൂർണ്ണ സർവശക്തി ലോകാന്ത്യം വരെ വാഴുമെന്ന് തീരുമാനം ചെയ്ത പ്രകാരമാണ്. ആ തീരുമാനം അന്വർത്ഥമായതുകൊണ്ടാണ് ഇന്നും നിങ്ങൾക്ക് എന്നെ കാണുവാൻ കഴിയുന്നതെന്ന് സമ്മതിക്കുന്നവരെന്ന് കൈയടിച്ച് കേട്ടാക്കും. അങ്ങനെയെങ്കിൽ ഈ മഹാസത്യത്തെ അറിഞ്ഞ് ഈ നിയമത്തെ പരിപാലിച്ച് ഭക്തരായി തീരുക, മുക്തി പ്രാപിച്ചിടുക. ഭക്തർക്കു ദാസനാകുന്ന ഭക്തപ്രിയൻ നിങ്ങളോടുകൂടി എന്നും വാഴുമാറാകട്ടെ. അങ്ങനെ ജന്മാന്തര ജ്ഞാനത്തെ പരിപൂർണമായും ഗ്രഹിച്ച് ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയാകുന്ന ജഗദീശ്വരന്റെ അവതാര രൂപത്തെ അകതാരിൽ തെളിഞ്ഞു കാണുവാൻ തക്കവിധം ഓരോ ഹൃദയവും ഒരുക്കപ്പെടട്ടെ. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. അങ്ങനെ ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവ് അനുഗ്രഹിക്കും. പാപമില്ലാതെയുള്ള ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് പ്രകാശിച്ചു വരുമ്പോ ഇരുട്ട് മാറണേ ഇരുട്ട് മാറണേ ഇരുട്ട് മാറണേ എന്ന് പ്രാർത്ഥിക്കണോ? വേണ്ട, സൂര്യനേ പ്രകാശമാണ്. അത് പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നീ ആ പ്രകാശത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടാ മാത്രം മതി. അതുകൊണ്ട് കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി വന്നു കരുതി ചൊല്ലിയിടുന്നു ആത്മജ്ഞാനമോ. കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി വന്നു കരുതി ചൊല്ലിയിടുന്നു ആത്മജ്ഞാനമോ. ദുഷ്കർമ്മങ്ങളെ പാടെ ഒഴിവാക്കി സൽക്കർമ്മം ചെയ്യിപ്പാൻ പാടിയിടുന്നു. ദുഷ്കർമ്മങ്ങളെ പാടെ ഒഴിവാക്കി
അകാലിൽ കാണുവാനുള്ള ഏക വഴി എന്താണ്? അവതാരത്തിന്റെ രൂപത്തെ അകാലിൽ കാണുവാനുള്ള ഏക വഴി എന്താണ്? പറയൂ, എന്താണ് ഏക വഴി? കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി വന്നു, കരുതി ചൊല്ലുന്നു എന്ത്? അപ്പൊ എന്ത് വേണം? ആ അവതാരം അറിയിക്കുന്ന ആത്മജ്ഞാനം ഓരോരുത്തരിലേക്കും ഭവിക്കണം. അപ്പൊ ഞാനിപ്പോ കീർത്തിക്കുന്ന പുതിയ കീർത്തനങ്ങൾ നിങ്ങൾ അവിടെ ഇരുന്ന് എഴുതിയെടുക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഭാഷയിൽ അത് എഴുതിയെടുക്കുന്നു. അതിനൊരു അക്ഷരം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ അക്ഷരജ്ഞാനം എന്ന് പറയും. ആദ്യം ഉണ്ടായത് അക്ഷരജ്ഞാനമല്ല. ലോകമുണ്ടായി എത്രയോ കാലം കഴിഞ്ഞാണ് അക്ഷരങ്ങൾ ഉണ്ടായത്. ലോകമുണ്ടായത് ഈ ജ്ഞാനത്തിൽ നിന്നാണ്. അത് ആത്മാവിന്റെ ജ്ഞാനമാണ്. ആ തന്നെ അറിഞ്ഞ ഒരറിവിൽ നിന്ന് ഈ ആത്മാക്കളാകെ ഉളവായി വന്നു. താൻ ഏകനായിരുന്ന സമയത്ത് സൃഷ്ടിയില്ല, ചരാചരങ്ങളില്ല, പ്രകാശമില്ല, ഇരുട്ടില്ല, ഒന്നുമില്ല, ഗുണവുമില്ല, ദോഷവുമില്ലാതിരുന്ന അങ്ങനെ ഏകമായിരുന്ന അവസ്ഥയിൽ, ആ നിർവികാരാവസ്ഥയിൽ താൻ തന്നെ കൊണ്ട് തന്നെ തന്നോട് ആലോചിച്ചപ്പോൾ തനിക്കുണ്ടായ അറിവാണ് ആത്മാവ്. ആ തന്നെ അറിഞ്ഞോരറിവിൽ നിന്ന് ഈ ആത്മാക്കളാകെ ഉളവായി വന്നോ. ആദ്യമായി ഉണ്ടായത് ആത്മാവെന്ന രൂപമാണ്. ഇപ്പോഴും ആത്മാവിന് രൂപമുണ്ടോ രൂപമില്ലയോ എന്ന് സംശയമുള്ള ആളുകളുണ്ട്. ആത്മാവിന് രൂപമുണ്ട്, അത് സൂക്ഷ്മരൂപമാണ്. അതിനെ തെളിഞ്ഞു കാണണമെങ്കിൽ ആ സൂക്ഷ്മജ്ഞാനം അഥവാ ആത്മജ്ഞാനം ഗ്രഹിക്കുന്നവർക്കേ സാധിക്കുകയുള്ളൂ. അത് ആ സൂക്ഷ്മജ്ഞാനം ഒരു പ്രകാശമാണ്. ആ പ്രകാശത്തിൽ കൂടിയാണ് ഈ അറിവിനെ ആത്മാവിലേക്ക് കാണുന്നത്. ഈ അറിവിൽ നിന്നാണ് ഈ കാണുന്ന സമസ്ത ചരാചരങ്ങളെ ഉൽപ്പാദിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സർവാധികാരിയാണ് ആത്മാവെന്ന് പരമാത്മാവ് തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? പരമാത്മാവിൽ നിന്ന് ഉളവായി വന്ന ആത്മാ ചൈതന്യത്തിൽ നിന്നാണ് ഈ പ്രകൃതിയെ മുഴുവൻ ഉളവാക്കിയിരിക്കുന്നത്. ആ പ്രകൃതിയുടെ അധികാരി സർവാധികാരി ആത്മാവ് തന്നെയാണ്. ആത്മാവായും ആത്മാവിലായും കാണപ്പെടുന്നത് ഈ പ്രകൃതിയാണ്. ആത്മാവ് ഒന്നും അന്യമല്ല, ഒന്നിനും അന്യമല്ല, ഒന്നിലേക്ക് അന്യമല്ല. പക്ഷേ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെ അന്യമെന്നൊരു ചിന്തയുണ്ടാകും. എന്നാൽ ഭഗവാൻ വന്ന് ഈ ലോകത്തിൽ നിന്നുകൊണ്ട് തെളിയിച്ചത് എന്താണ്? അന്യമായിട്ടൊന്നുമില്ല, അന്യഥ അജ്ഞത ഉള്ളത് കൊണ്ടാണ്, അറിവുകേടുള്ളത് കൊണ്ടാണ്. അറിവുള്ളവർക്ക് ഒന്നിനോടും ഭേദബുദ്ധിയില്ല. ആ സ്ത്രീ പുരുഷ ഭേദമില്ല, ജാതിമത ഭേദങ്ങളില്ല, ദേശഭേദങ്ങളില്ല, ഭാഷാഭേദങ്ങളില്ല. എല്ലാം ഒന്നാണെന്നുള്ള സത്യത്തെ തെളിയിക്കുവാൻ ഒന്നായി ഈശ്വരൻ വന്നാണ് അവതാരമായി നിന്ന് ആത്മജ്ഞാനം തെളിയിക്കുന്നത്. ആ ആത്മജ്ഞാനമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് അക്ഷരജ്ഞാനം ഉണ്ടായത്. ആത്മജ്ഞാനത്തെ തെളിയിക്കുവാൻ വേണ്ടി അക്ഷരജ്ഞാനം ഉപയോഗിക്കുമ്പോൾ
അക്ഷരജ്ഞാനം ഉപയോഗിക്കുമ്പോൾ അക്ഷരജ്ഞാനമാണ് യഥാർത്ഥമെന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയാൽ അക്ഷരജ്ഞാനമാണ് യഥാർത്ഥമെന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയാൽ ആത്മജ്ഞാനം അറിയാതെ പോകും. ആത്മജ്ഞാനം അറിയാതെ അതുകൊണ്ട് ആത്മനാഥൻ നൽകുന്ന ആത്മജ്ഞാനങ്ങളെ വേണ്ടതുപോലെ ഗ്രഹിച്ച് നിയമപ്രകാരം ജീവിച്ചുകൊള്ളുക. ആത്മബോധം ഉണ്ടാകട്ടെ. ദാനം ചെയ്യുന്ന ആത്മജ്ഞാനത്തെ വേണ്ടതുപോലെ ഗ്രഹിച്ച് ജീവിതം ചെയ്യുക. ആത്മജ്ഞാനം ഉണ്ടാകട്ടെ, ആത്മബോധം ഉണ്ടാകട്ടെ. ആത്മബോധം ഉണ്ടായെങ്കിലേ ശുഭാനന്ദ രൂപം കാണുവാൻ കഴിയുള്ളൂ. ശുഭാനന്ദമാണ് അവതാര രൂപം. ആ അവതാര രൂപത്തെയാണ് അവതാരിൽ കാണേണ്ടത്. ആ അവതാര രൂപം ആത്മാവിൽ തെളിയിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഒരു രൂപം ധരിച്ച് അവതാരമായി വന്നതിന്റെ 143ാമത് തിരുവവതാര സുദിനമാണ് നമ്മൾ ആഘോഷിക്കുവാൻ പോകുന്നത്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂജാരിയനം ഗുരു പൂജാതനായ ദിനം. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. ഭക്തരിൽ തുള്ളി കളിച്ചാറാടുന്ന ഭക്തരിൽ തുള്ളി കളിച്ചാറാടുന്ന ഭക്തപ്രിയനിൽ ഭൂവിൽ നാഥനായി വന്ന ദിനം. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക്. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം. ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന ഏവർക്കും മേടമാസത്തിലെ പൂരമാണ് അവരവരുടെ ജന്മദിനം. ആ അറിവിൽ ജീവിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് കൈ ഉയർത്തി കണ്ടാക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയി തീർന്നത്? ഈ ലോകത്തിലെ നരകാന്ധകാരത്തിൽ കൂപ്പൂത്തി അധപ്പതിച്ചു പോയിക്കൊണ്ടിരുന്ന മനുഷ്യജന്മങ്ങളെ അഥവാ നരകജന്മങ്ങളെ മഹാവിജ്ഞാനിയാകുന്ന പരമഗുരുവിന്റെ വിജ്ഞാന തൃക്കരങ്ങളാൽ പിടിച്ചുയർത്തി ആ മായയിൽ മറഞ്ഞിരുന്നുറങ്ങിയ മർത്യജന്മങ്ങളെ വിളിച്ചുണർത്തി ഈ മാനസാനന്ദത്തെ പകർന്നു നൽകി പുത്തൻ ഉണർവും പുത്തൻ ജീവനും പുത്തൻ ഹൃദയവും നൽകി വീണ്ടെടുത്തതിന്റെ ആ സ്മരണയിലാണ് അല്ലെങ്കിൽ നന്ദിയിലാണ് ഗുരുവിന്റെ ജന്മദിനം അവരവരുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. ഭക്തരിൽ തുള്ളിക്കളിച്ചാനന്ദിച്ചാറാടുന്ന ഭക്തരിൽ തുള്ളിക്കളിച്ചാനന്ദിച്ചാറാടുന്ന ഭക്തപ്രിയനിൽ ഭൂവിൽ നാഥമായി വന്ന ദിനം. ഒത്തുചേർന്ന് ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. എന്തിനു വേണ്ടി? ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ. ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ആഘോഷിപ്പാൻ. ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ജന്മഭാവം കർമ്മദോഷം ജീവനാശം തീർത്തു തന്ന ഗുണവസ്ഥനാകു എന്റെ ശുഭാനന്ദമേ. ഗുണവസ്ഥനാകു എന്റെ ശുഭാനന്ദമേ. ജന്മാന്തര ജ്ഞാനത്തെ ഓതിഭവിപ്പിച്ച് ജന്മങ്ങളെ പരിപൂർണ മോക്ഷത്തിൽ എത്തിക്കുവാൻ അവതാരമായി വന്ന പരമഗുരുവിന്റെ
ജന്മദിനം ആഘോഷിക്കുവാൻ ജന്മമെടുത്ത ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ആ പ്രകൃതി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, സൂക്ഷ്മലോകങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ദേവീ ദേവന്മാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ദൂത പരമ്പരകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, സർവപ്രകൃതികൾ ഒരുങ്ങുന്നു, സർവലോകവും ഒരുങ്ങുന്നു. ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. ബഹളങ്ങളും കോലാഹലങ്ങളും കൊട്ടിഘോഷങ്ങളും അല്ല. നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ഹൃദയോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത്, മനോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കുന്നതിനാണ് നിയമങ്ങൾ തന്നിരിക്കുന്നത്. ഭാഗ്യമായി മറ്റുള്ളവർക്ക് കാണുവാൻ കുറച്ചൊക്കെ ഒരു ഒരുക്കം, ആന്തരികമായി സുഖം അനുഭവിക്കുവാൻ, ആനന്ദം അനുഭവിക്കുവാൻ പരിപൂർണമായ ഒരുക്കം. അങ്ങനെ ഉള്ളും പുറവും ഒരുപോലെ ഒരുക്കപ്പെടുമ്പോഴാണ് ഉള്ളവനാകുന്ന ഗുരുവിന്റെ ജന്മദിനം പരിപൂർണമായി ഒരുക്കപ്പെടുന്നത്. ഗുരുവിന്റെ അധിവാസം എവിടെയൊക്കെയാണ് കാണുന്നത്? ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു. അകമായും പുറമായും വസിക്കുന്ന പരമഗുരുവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ട് ആരാധിക്കുന്നത്. ഒരു സൂക്ഷ്മശക്തിയായി ലോകത്തിൽ നിന്നാൽ നിങ്ങൾക്കാർക്കും എന്നെ കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു സ്ഥൂലദേഹത്തെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് വന്നു നിന്ന് നിങ്ങൾക്ക് മധ്യസ്ഥനായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവും ശബ്ദങ്ങളും ഉന്നതമായി തന്നെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് ഉത്തമ ജീവിതം ചെയ്താൽ നിങ്ങളുടെ ഉള്ളും പുറവും അതുപോലെ ഒരുക്കപ്പെടുകയും ബ്രഹ്മസ്വരൂപത്തെ കാണുവാൻ പരമഭാഗ്യം ലഭിക്കുകയും ചെയ്യും. വിഷ്ണുരൂപം കാട്ടിടുന്ന ദേവാലയം, മഹാശൈവ രൂപം കാട്ടിടുന്ന ദേവാലയം, ബ്രഹ്മരൂപം കാട്ടിടുന്ന ദേവാലയം, എല്ലാം ബ്രഹ്മരൂപമാക്കിടുന്ന ദേവാലയം. ദേവാലയം മഹാദേവാലയം, ദേവാലയം മഹാദേവാലയം, ദേവലോകതുല്യമായ ദേവാലയം. ഓരോ ആത്മാവും ദേവലോകമായി തീരുവാൻ, മഹാദേവാലയമായി തീരുവാൻ ദേവദേവേശൻ അവതരിച്ചറിയിച്ച അറിവുകളെ ഗ്രഹിച്ച് ജീവിതം ചെയ്തു കൊള്ളുക. അങ്ങനെ ജീവിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്ന് ആഘോഷിക്കാം, നമുക്ക് ആഘോഷിക്കാം സദ്ഗുരുദേവന്റെ ജന്മദിനം. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം സദ്ഗുരുദേവന്റെ ജന്മദിനം. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം സദ്ഗുരുദേവന്റെ ജന്മദിനം. ഉന്നതനാകുന്ന പരമഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ
നമ്മൾ കൂലിക്കാളിനെ എടുത്തല്ലല്ലോ ഇതൊന്നും ഒരുക്കുന്നത്. നമ്മൾ കൂലിക്കാളിനെ എടുത്തല്ലല്ലോ ഇതൊന്നും ആ ഒരുക്കുന്നത്. ഭക്തന്മാരെ ഏകോപിച്ചാണ് എല്ലാം ഒരുക്കുന്നത്. ഭക്തന്മാരെ ഏകോപിച്ചാണ് എല്ലാം. അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ വൈഭവം, അതാണ് നമ്മുടെ ആനന്ദം. അങ്ങനെ എല്ലാ സന്താനങ്ങളും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ഭഗവത് സന്താനങ്ങളും ഒത്തുചേർന്ന് ഈ 10 ദിവസവും നടക്കേണ്ട കർമ്മകാര്യങ്ങളിലെല്ലാം ഈ 10 ദിവസവും നടക്കേണ്ട കർമ്മകാര്യങ്ങൾ അവരവരുടേതായ ഉത്തരവാദിത്വം അവരവർ സ്വയം ഏറ്റെടുത്ത് അവരവരുടേതായ ഉത്തരവാദിത്വം അവരവർ സ്വയം ഏറ്റെടുത്ത് ഓരോന്നും പ്രവർത്തിച്ചുകൊള്ളുക. ഓരോന്നും പ്രവർത്തിച്ചുകൊള്ളുക. അതിന് ചില തീരുമാനങ്ങളും അതിന് കാര്യാലോചനകളും ഒക്കെ സാധാരണ നടത്താറുണ്ടല്ലോ. ചില തീരുമാനങ്ങളും കാര്യാലോചനകളൊക്കെ സാധാരണ നടത്താറുണ്ട്. അതിന് ചില നിർദ്ദേശങ്ങൾ ചെയ്ത് അങ്ങനെ ചില നിർദ്ദേശങ്ങൾ യോഗ്യമായ ചില സാഹചര്യങ്ങളിലേക്ക് യോഗ്യരായവരെ തിരഞ്ഞെടുക്കുക. യോഗ്യമായ ചില സാഹചര്യങ്ങൾക്ക് യോഗ്യരായവരെ തെരഞ്ഞെടുക്കുക. അങ്ങനെയൊക്കെ ചില പരിപാടികൾ നടത്താറുണ്ടല്ലോ സാധാരണ. ചില പരിപാടികൾ നടത്താറുണ്ട്. അത് ഇന്നേ ദിവസവും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ദിവസം ഈ ആരാധന കഴിഞ്ഞ് ഈ ആരാധന നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ സന്യാസ പരമ്പരകളും സന്യാസ പരമ്പര എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും കൂടി അതിന് തീരുമാനങ്ങൾ എടുത്ത് അവരവരുടെ ഭാഗതേത്വം അവരവർ ഉറപ്പിക്കുക. അവരവരുടെ ഭാഗതേത്വം അവരെല്ലാം കൂടെ ചെയ്തോളും, ഞങ്ങള് നിനക്ക് നിന്നാ മതി എന്ന് തീരുമാനിക്കരുത്. തീരുമാനിക്കരുത്. കാരണം ഓരോരുത്തരെയും വീണ്ടെടുത്ത ഗുരുവാണ് പരമഗുരു. ഓരോരുത്തരെയും വീണ്ടെടുത്ത ഗുരുവാണ്. അല്ലാതെ ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ വീണ്ടെടുക്കാൻ നിങ്ങൾ അവിടെ നിന്നോ എന്ന് പറഞ്ഞില്ല. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി ഒരു ഭേദചിന്തയും ഇല്ലാതെ കടന്നു വരുന്നത് പണ്ഡിതനാണോ പാമരനാണോ, കടന്നു വരുന്നത് പണ്ഡിതനാണോ പാമരനാണോ, ദരിദ്രനാണോ സമ്പന്നനാണോ, ദരിദ്രനാണോ സമ്പന്നനാണോ, ജാതിയിൽ കുറഞ്ഞതാണോ കൂടിയതാണോ, ജാതിയിൽ കുറഞ്ഞതാണോ കൂടിയതാണോ, ഒന്നും നോക്കാതെ ഏവരെയും രക്ഷിച്ച പരമഗുരുവിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എവരെയും രക്ഷിച്ച പരമഗുരുവിന്റെ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും അതിന്റേതായ അങ്ങനെ ഓരോരുത്തരും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഓരോരുത്തരും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഉന്നതമായ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുക. ഉന്നതമായ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുക. എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് നിന്ന് ഒരുങ്ങി എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് നിന്ന് ഒരുങ്ങി ആനന്ദോത്സവമായി നമ്മുടെ സർവജ്ഞാനോത്സവം സമ്പൂർണ്ണപൂരമായി അനുഭവിക്കുവാൻ നമ്മുടെ സർവജ്ഞാനോത്സവം സമ്പൂർണ്ണപൂരമായി അനുഭവിക്കുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. ഒരു ദിവസം ഇവിടെ വന്ന് കണ്ട ഒരു വ്യക്തിക്ക് ഇവിടുത്തെ കാര്യത്തിൽ കാര്യമായി ഒന്ന് ഇടപെടണമെന്നുള്ള ചിന്ത ഉണ്ടാവുകയും അതിന് വേണ്ടുന്ന ഉന്നതമായ പല കാര്യങ്ങളും തീരുമാനമെടുക്കുകയും ചെയ്യുകയും ഇടപെടുകയും അത് സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ ജയന്ത് കുമാർ ഭക്തൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമ്പൂർണ്ണ സുരക്ഷ അനുഭവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം ചെയ്താൽ മതിയാവും? അതുകൊണ്ട് മറക്കരുതേ, ആരും മറക്കരുതേ, ഗുരുവിന്റെ കർമ്മങ്ങളെ മറക്കരുതേ. അനുദിനം ഗുരു കർമ്മം ചെയ്തിടുമ്പോൾ അനുദിനം ആനന്ദത്തെ അനുഭവിക്കാം. ഉന്നതമായ ആനന്ദത്തിൽ സർവകർമ്മങ്ങളും പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി എല്ലാം ഒരുക്കട്ടെ. നടത്തി തന്ന ഓരോ കർമ്മങ്ങളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ച ഗംഭീരമായ ശാഖാശ്രമ വാർഷികങ്ങളാണ് നടത്തപ്പെട്ടത്. കവിയൂർ ശാഖാശ്രമ വാർഷികവും കുന്നം ശാഖാശ്രമ വാർഷികം, മുണ്ടിയരിമ ശാഖാശ്രമ വാർഷികം, നിലമ്പൂർ ശാഖാശ്രമ വാർഷികം, വടക്കനാരിയാട് ശാഖാശ്രമ വാർഷികം. ഇത്രയും വാർഷികങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നടത്തപ്പെട്ടത്. ഇതെല്ലാം ഒരുക്കി ഈ വിധത്തിൽ ആത്മലോകത്തെ എത്തിച്ചതെല്ലാം സാധ്യമാക്കുന്നത് മഹാപ്രഭുവിന്റെ കാരുണ്യമാണ്. കോടാനുകോടി നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഈ വരുന്ന 21-ാം തീയതി പാമ്പാടി ശാഖാശ്രമത്തിന്റെ വാർഷികം വരികയാണ്. അതും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നടത്തപ്പെടുവാൻ മഹാശക്തി എല്ലാം ഒരുക്കപ്പെടുവാനാകട്ടെ. ഈ പ്രാവശ്യത്തെ വാർഷികം കഴിയുമ്പോൾ നമ്മുടെ ആ പഴയ സ്ഥാപനം പൊളിച്ച് പുതിയതൊന്ന് സ്ഥാപിക്കുവാനുള്ള തീരുമാനത്തിലാണ്. അതിനും ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായേ മതിയാവൂ. എല്ലാം ഉപരിയായ നിലയിൽ നടത്തപ്പെടുവാനും ഉന്നതമായ ഒരു സ്ഥാപനം ഉണ്ടാകുവാനും
മഹാശക്തി എവിടേക്കൊന്ന് ദർശിക്കുമാറാകട്ടെ. മഹാശക്തി അവിടേക്കൊന്ന് ദർശിക്കും. മൂന്നാം ശരീരത്തിൽ ഞാൻ വാഴുന്ന സമയത്ത് മൂന്നാം തിരുശരീരത്തിൽ മഹാശക്തി വാഴുന്ന ഞാൻ നേരിട്ട് ചെന്നാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. മഹാശക്തി നേരിട്ട് എഴുന്നള്ളിയാണ് അതിന്റെ ഉദ്ഘാടനം. ഇതുവരെയും ഉന്നതമായ നിലയിൽ അതെല്ലാം നടത്തപ്പെട്ടു. ഇതുവരെയും ഉന്നതമായതെല്ലാം വീണ്ടും ശ്രേഷ്ഠമായത് ഒരുക്കുവാൻ ഇതാ തീരുമാനം ചെയ്യുന്നു. ശ്രേഷ്ഠമായ ഒരുക്കുവാൻ മഹനീയമായ ഒരു സ്ഥാപനം ഇവിടെ ഉയർത്തപ്പെടുമാറാകട്ടെ. ഉന്നതമായി അത് പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. സർവശക്തി അവിടേക്ക് എഴുന്നള്ളുമാറാകട്ടെ. സർവദാ ആനന്ദത്തിൽ നിങ്ങളെല്ലാം വളർത്തുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അത്യുന്നതമായ നിലയിൽ അതിനെ പൂർത്തീകരിക്കപ്പെടുവാൻ എല്ലാവരും ഒറ്റ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി സർവശക്തി നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ഉന്നതമായ ആത്മദീപത്തെ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ സർവദാ ഹൃദയത്തിൽ കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ ഒറ്റ പ്രവർത്തിക്കുന്ന ഓരോ മിത്രങ്ങളെയും അതിനേക്കായി ധനം മുടക്കുന്നവരെയും സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകൾ ഇതാ സ്വീകരിക്കുകയാണ്. എല്ലാവരെയും ആളാമൃതി അനുഗ്രഹിക്കുന്നു. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന എന്റെ ഓമന മിത്രങ്ങൾക്ക് സത്യമായി ജീവിച്ച് നിയമമായി ജീവിച്ച് സത്യസ്വരൂപനിൽ ചേർന്ന് ആനന്ദിക്കുവാൻ മഹാശക്തി എല്ലാം കരുതി ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമായെല്ലാം ഒരുക്കപ്പെടട്ടെ.